ഈ KDLന്റെ വേദിയിൽ ഒരു തീപ്പൊരി പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസിനായി വരുന്നത് ആരാണ്? ട്രാവൻകൂർ വാരിയേഴ്സ്. ട്രാവൻകൂർ വാരിയേഴ്സ് എന്ന ഒരാളാണ്. നമ്മൾ ഈ CID എപ്പിസോഡ് ആയത് കാരണം വേഷം മാറി വരാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെ, വേഷം മാറി വരുന്നത്. പേര് ഞാൻ പറയാം. നമ്മുടെ മാളവികയാണ്. ഒരു സ്പെഷ്യൽ ഗെറ്റപ്പിലാണ് വരുന്നത്. മാളവിക, ട്രാവൻകൂർ വാരിയേഴ്സ്. കുഞ്ഞു പുലിക്കുട്ടി മാസ്റ്റർ. പുലിക്കുട്ടി നോക്കട്ടെ, പുലിക്കുട്ടിയാ സിംഗക്കുട്ടിയാ നായ്ക്കുട്ടിയാ? സിംഗം ഡാൻസ് നായ്ക്കുട്ടിയാ? എന്റെ കുട്ടി നോക്കട്ടെ. മാളവിക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മാളവികയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയ്യടി കൊടുക്കും നമ്മുടെ സിംഗക്കുട്ടിക്ക്. ഇത് പല്ലവ സാമ്രാജ്യത്തിന്റെ പാഠശാല. കായിക അഭ്യാസങ്ങളോടൊപ്പം ഔഷധങ്ങളും തയ്യാറാക്കിയിരുന്നു. മാറാരോഗങ്ങൾ വരെ ഗുണപ്പെടുത്തുന്ന അത്ഭുതകരമായ ഔഷധമുറകൾ ഇവർക്ക് സുപരിചിതമാണ്. ഈ ഔഷധ കലകളിലും നിപുണനായിരുന്നു പല്ലവ രാജാവിന്റെ മൂന്നാമത് രാജകുമാരൻ ബോധിധർമ്മൻ. തന്റെ ഗുരുമാതാവിന്റെ ആജ്ഞപ്രകാരം ബോധിധർമ്മൻ ചീനദേശത്തേക്ക് പുറപ്പെടുന്ന ഒരു ദിവസം, മൂന്ന് വർഷത്തെ പ്രയാണത്തിന് ശേഷം ബോധിധർമ്മൻ ചീനയിലെ നാൻ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ചീനയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ആ മാറാരോഗം ആ ഗ്രാമത്തിലും വന്നെത്തി. മാറാരോഗത്തിൽ നിന്നും മുക്തി നേടിയ ആ ഗ്രാമം വേറൊരു ആപത്തിനെ കൂടി സന്ധിക്കേണ്ടി വന്നു. അത് മൃഗങ്ങളുടെ സ്വഭാവമുള്ള മനുഷ്യരെയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ആ കാഴ്ച കണ്ട ചീനയിലെ ആൾക്കാർ ഞങ്ങൾക്കും ഈ അഭ്യാസമുറകൾ പഠിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വിവരം അവരെ അറിയിച്ചപ്പോൾ വീണ്ടും അവരുടെ കാലഗണിതത്തിന്റെ കണക്കുകൾ തെറ്റുകയായിരുന്നു. തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ബോധിധർമ്മൻ അറിയാമായിരുന്നു. ബോധിധർമ്മന്റെ ശരീരം ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ തങ്ങളുടെ ഗ്രാമം അസുഖങ്ങളില്ലാത്ത ഗ്രാമമായി മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ ബോധിധർമ്മൻ തീരുമാനിച്ചു. you